നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കൊച്ചു ടി വിയിലെ പഴയകാല പരസ്യങ്ങൾക്കിടയിൽ വരുന്ന കാർട്ടൂൺസിനെ പറ്റിയാണ്. നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊരു അപ്ഡേറ്റഡ് വെർഷനാണ്. അതിലില്ലാത്ത ചില റയർ കാർട്ടൂൺസ് ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും. നമ്മൾ കൊച്ചു ടി വിയിലെ മുഴുവൻ പഴയകാല കാർട്ടൂൺസിനെ പറ്റി ഒരു പാർട്ട് 1 ചെയ്തിരുന്നു. പക്ഷെ ആ ഒരു വീഡിയോയിൽ പരസ്യങ്ങൾക്കിടയിൽ വരുന്ന കാർട്ടൂൺസ് ഇല്ല. കാരണം നമ്മൾ പറഞ്ഞിരുന്നു ആ ഒരു വീഡിയോ ഓൾറെഡി വളരെ ലെങ്താണ്. ഇനി ഇതും കൂടി ആഡ് ചെയ്താൽ നേരം വെളുത്താലും തീരും. ആ ഒരു വീഡിയോക്ക് ഒരു പാർട്ട് 2 വേണമെന്ന് പലരും കമന്റ് ചെയ്തു. എന്തായാലും നമുക്ക് പാർട്ട് 2 ചെയ്യാം. ഈ അടുത്ത് തന്നെ ചെയ്യാം. പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇവൻ ഏതാന്നുള്ളത്. ഇവൻ ആരാണെന്ന് വെച്ചാൽ നമ്മുടെ തന്നെ ഒരു ഹൊറർ ചാനലാണ്. നമ്മൾ ഈ ഒരു ചാനലിൽ നടന്മാർക്കുണ്ടായ യഥാർത്ഥ പ്രേത അനുഭവങ്ങൾ ചെയ്തിരുന്നു. പിന്നീട് പല ഹൊറർ ലവേഴ്സ് കമന്റ് ചെയ്തിരുന്നു ഇങ്ങനെയുള്ള പ്രേത വീഡിയോസ് ഇനിയും വേണമെന്ന്. നമ്മുടെ ഒരു ഹൊറർ ചാനൽ അല്ലാത്തത് കൊണ്ട് പിന്നീട് അത് ചെയ്യാൻ പറ്റിയില്ല. ഹൊറർ ലവേഴ്സിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ചാനൽ ഉണ്ടാക്കിയത്. യഥാർത്ഥ പ്രേതാനുഭവങ്ങൾ എനിമേറ്റ് ചെയ്താണ് ആ ഒരു ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. സബ്സ്ക്രൈബേഴ്സിന്റെ, നടന്മാരുടെ, അങ്ങനെ എല്ലാവരുടെയും ഉണ്ട്. അപ്പോൾ ഹൊറർ ലവേഴ്സിന് ഇത് കഴിഞ്ഞ് ആ ഒരു വീഡിയോ കാണും. ഇനി നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. ലിസ്റ്റിലാക്കിയത് ഒരു റയർ കാർട്ടൂണാണ്. ഈ ഒരു കാർട്ടൂണിന്റെ പേര് ആംഗൂസ് ആൻഡ് ചെറിൽ എന്നാണ്. ഈ ഒരു കാർട്ടൂൺ 2013 ടൈമിലുണ്ടായിരുന്നത്. ഈ 2 ക്യാരക്ടേഴ്സിന്റെ ഫണ്ണി ആയിട്ടുള്ള ഫൈറ്റ് ആണ് ഈ ഒരു കാർട്ടൂണിന്റെ സ്റ്റോറിയിലെ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായി കമന്റ് ചെയ്യുക. അടുത്തത് പരസ്യങ്ങൾക്കിടയിൽ വരുന്ന ഐക്കോണിക് ആയിട്ടുള്ള നമ്മുടെ മണ്ടൻ ശംഭു കാർട്ടൂണാണ്. ഈ ഒരു കാർട്ടൂൺ നിങ്ങൾക്ക് എന്തായാലും അറിയാം. കൊച്ചു ടി വി തുടങ്ങിയപ്പോൾ മുതലുള്ള ഒരു പഴയ കാർട്ടൂണാണ്. ബെർണാഡ് ദി ബിയർ എന്നാണ് ഈ ഒരു കാർട്ടൂണിന്റെ യഥാർത്ഥ പേര്. ഇതൊരു കൊറിയൻ കാർട്ടൂണാണ്. ഈ ഒരു കാർട്ടൂണിന്റെ ഒരു സിനിമയും വരുമായിരുന്നു. മണ്ടൻ ശംഭുവിന്റെ യാത്രകൾ എന്നാണ് പേര്. കൊച്ചു ടി വിയിലെ പഴയകാല ആനിമേറ്റഡ് സിനിമകളെ പറ്റിയും ലൈവ് ആക്ഷൻ സിനിമകളെ പറ്റിയും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമ മെയിനായി ക്രിസ്മസ് ടൈമിലാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. കാരണം ആ ഒരു ടൈമിൽ നടക്കുന്ന സ്റ്റോറിയാണ്. നിലവിൽ മണ്ടൻ ശംഭു കൊച്ചു ടി വിയിൽ ഇല്ല. അടുത്ത കാലത്ത് ഈ ഒരു കാർട്ടൂൺ സോണി ചാനലിലുണ്ടായിരുന്നു. പക്ഷേ കൊച്ചു ടി വിയിൽ കാണുമ്പോഴാണ് നമുക്കൊരു പ്രത്യേക ഫീൽ കിട്ടുന്നത്. അടുത്തത് മിസ്റ്റർ തങ്കു എന്ന കാർട്ടൂണാണ്. ഇതും നിങ്ങൾക്ക് എന്തായാലും അറിയാം. കൊച്ചു ടി വി തുടങ്ങിയപ്പോൾ മുതലുള്ള പരസ്യങ്ങൾക്കിടയിൽ വരുന്ന മറ്റൊരു ഐക്കോണിക് കാർട്ടൂണാണ്. ഈ ഒരു കാർട്ടൂൺ അടുത്ത കാലത്ത് വരെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു കാർട്ടൂണിന്റെ ഏകദേശം മുഴുവൻ എപ്പിസോഡും കണ്ടിട്ടുണ്ട്. ഈ ഒരു കാർട്ടൂണിന്റെ യഥാർത്ഥ പേര് ബാലിൻ എന്നാണ്. പക്ഷേ കുറച്ചും കൂടി മാച്ച് മിസ്റ്റർ തങ്കു എന്ന പേര്. അടുത്തത് മറ്റൊരു റയർ കാർട്ടൂണാണ്. ഈ ഒരു കാർട്ടൂണിന്റെ പേരാണ് മൂമൂ ഹഗ്. 2015-16 ടൈമിലാണ് ഈ ഒരു കാർട്ടൂൺ ടെലികാസ്റ്റ് ചെയ്തത്. കുറച്ച് ക്യൂട്ട് ക്യാരക്ടേഴ്സിന്റെ ഒരു സിമ്പിൾ കാർട്ടൂൺ. അടുത്തത് ലേൺ ടു ഡ്രോ എന്ന ഈ ഒരു ഷോയാണ്. നമ്മുടെ സ്വന്തം മൊട്ടത്തലയിൽ കൊച്ചു ടി വി തുടങ്ങിയപ്പോൾ മുതലുള്ള വളരെ പഴയൊരു പ്രോഗ്രാമാണ്. നമ്മൾ എല്ലാവരും തന്നെ ഇദ്ദേഹം വരയ്ക്കുന്നത് പോലെ വരയ്ക്കാൻ എന്തായാലും ട്രൈ ചെയ്തിട്ടുണ്ടാവും. ഞാനും ചെയ്തിട്ടുണ്ട്. എന്റെ ഫേവറേറ്റ് ജിറാഫ് ആയിരുന്നു. നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ ഇദ്ദേഹം ആദ്യം വരയ്ക്കുന്നത് റിയലിസ്റ്റിക് ആയ ഒരു ഇമേജാണ്. പിന്നീട് ഇദ്ദേഹം നമുക്ക് വരയ്ക്കാൻ പറ്റിയ രീതിയിൽ സിമ്പിളായി കാർട്ടൂണായി വരയ്ക്കും. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഓൾസ്റ്റൻ ക്രിസ്ത്യൻസൺ എന്നാണ്. ഇദ്ദേഹത്തിന് ഇന്ന് 59 വയസ്സായി. ഇന്നും പുതിയ പുതിയ ഷോസ് ഉണ്ടാക്കും. ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വരയ്ക്കുന്നത് ഒരു കുതിരയുടെ ചിത്രമാണ്. വരൂ, നമുക്ക് അവിടേക്ക് പോകാം. അടുത്തത് മറ്റൊരു റയർ കാർട്ടൂണാണ്. ഈ ഒരു കാർട്ടൂണിന്റെ പേര് ടാക്ക മാക്ക എന്നാണ്. 2 പല്ലികളുടെ വളരെ കോമഡി ആയിട്ടുള്ള കാർട്ടൂണാണ്. ഓരോ എപ്പിസോഡും 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ ഒരു മ്യൂസിക് ഓർമ്മയുണ്ടാവും. ഈ ഒരു കാർട്ടൂൺ 2013 മാത്രമേ ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ 12 വർഷങ്ങൾ കഴിഞ്ഞു. അടുത്തത് ടൈം മെഷീൻ എന്ന കാർട്ടൂണാണ്. നമ്മൾ ആരും തന്നെ ഈ ഒരു ഇൻട്രോ ഒരിക്കലും മറക്കില്ല. കൊച്ചു ടി വി തുടങ്ങിയ ടൈമിൽ പരസ്യങ്ങൾക്കിടയിൽ വരുന്ന കാർട്ടൂണായിരുന്നു. ഓരോ എപ്പിസോഡിലും പല പല ഹിസ്റ്ററീസ് ആണ്. ഗാന്ധിജിയുടെ എപ്പിസോഡ് ഉണ്ടായിരുന്നു, ജാപ്പനീസ് സാമുറായി, ചൈനയുടെ വൺമതി, ചെസ്സിന്റെ ഹിസ്റ്ററി, അങ്ങനെ പല പല ഹിസ്റ്ററികൾ നിങ്ങൾക്ക് എന്തായാലും ഓർമ്മയുണ്ടാവും. ലാസ്റ്റ് ടെലികാസ്റ്റ് ചെയ്തത് 2013 12 വർഷങ്ങൾ കഴിഞ്ഞു. ഈ ഒരു കാർട്ടൂണിന്റെ യഥാർത്ഥ പേര് വേൾഡ് അക്കോളി എന്ന്. ഈ ഒരു കാർട്ടൂൺ വെളുപ്പിനും ഉണ്ടായിരുന്നു. അടുത്തത് ടൂപ്പിയാൻ ബീനു എന്ന കാർട്ടൂണാണ്. ഇതും നിങ്ങൾക്ക് എന്തായാലും അറിയാം. കൊച്ചു ടി വി തുടങ്ങിയ ടൈമിലുള്ള ഒരു പഴയ കാർട്ടൂണാണ്. മികച്ചൊരു ഫീൽ ഗുഡ് കാർട്ടൂണായിരുന്നു. ഈ 2 ക്യാരക്ടേഴ്സും ഓരോരോ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതാണ് ഇതിന്റെ മെയിൻ സ്റ്റോറിയിലെ. ഈ ഒരു ക്യാരക്ടർ അങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നില്ല. ടൂപ്പി ആൻഡ് ബീനു കാർട്ടൂൺ ഇപ്പോഴും പുറത്തിറങ്ങുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ലേറ്റസ്റ്റ് വെർഷൻ ഒരു പപ്പറ്റ് ഷോ പോലെയാണ്. നമ്മുടെ ഫേവറേറ്റ് ആ ഒരു പഴയ ടൂപ്പി ആൻഡ് ബീനു ആണ്. അടുത്തത്
ഒരു പ്രോഗ്രാമാണ്. ഇതിന്റെ പേരാണ് ബൂംബ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു ഷോയും കൊച്ചു ടി വി പരസ്യങ്ങൾക്കിടയിൽ എപ്പോഴും വരുമായിരുന്നു. ഉച്ചയ്ക്കാണ് വന്നിരുന്നത്. കുറച്ച് പപ്പറ്റ് ക്യാരക്ടേഴ്സ് സർക്കസ് എല്ലാം നടത്തുന്ന ഒരു ഫണ്ണായിട്ടുള്ള ഷോയാണ്. ഇത് ലാസ്റ്റ് ടെലികാസ്റ്റ് ചെയ്തത് 2014 ടൈമിലാണ്. ഇപ്പോൾ 11 വർഷങ്ങൾ കഴിഞ്ഞു. നല്ലൊരു കോമഡിയും ഫീൽ ഗുഡുമായ മികച്ചൊരു പ്രോഗ്രാമായിരുന്നു. അടുത്ത പ്രോഗ്രാമാണ് ജാക്ക് ആൻഡ് മാർസൽ. കൊച്ചു ടി വിയിലെ പേര് കാറ്റ് ആൻഡ് ഡോഗ് എന്നായിരുന്നു. ഈ ഒരു കാർട്ടൂൺ വെറും 1 മിനിറ്റേ ഉള്ളൂ. വളരെ കോമഡിയാണ്. അടുത്തത് റൂബി എന്ന കാർട്ടൂണാണ്. ഈ ഒരു കാർട്ടൂൺ വളരെ ക്യൂട്ടായ ഒരു കാർട്ടൂണാണ്. 2012 ടൈമിൽ മാത്രമേ ഈ ഒരു കാർട്ടൂൺ കൊച്ചു ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളൂ. കണ്ടിട്ടുള്ളവർ ഉറപ്പായി ഇതിന്റെ കമന്റ് ചെയ്യുക. ഈ റൂബി കാർട്ടൂൺ ഉണ്ടാക്കിയത് സോളന്റ് അനിമേഷൻ എന്ന ഒരു ചൈനീസ് കമ്പനിയാണ്. ഈ ഒരു കമ്പനി തന്നെയാണ് നമ്മുടെ ഫേവറേറ്റ് ആയ മായക്കണ്ണൻ, മാജിക് ഇൻ വണ്ടർലാൻഡ് എല്ലാം ഉണ്ടാക്കിയത്. അടുത്തത് ഡാനി ആൻഡ് ഡാഡി എന്ന കാർട്ടൂണാണ്. ഇതും നിങ്ങൾക്ക് എന്തായാലും അറിയാം, കൊച്ചു ടി വി തുടങ്ങിയ ടൈമിലുള്ളതാണ്. ഈ ഒരു കാർട്ടൂണിൽ ആകെ 2 ക്യാരക്ടേഴ്സേ ഉള്ളൂ. ഒന്ന് ഡാനി, മറ്റൊന്ന് ഡാഡി. ഈ ഒരു ഡാനി ക്യാരക്ടർ ഓരോ ഡ്രോയിങ്സ് വരച്ച് ഡാഡിയോട് ഗസ് ചെയ്യാൻ പറയും. ഈ ഒരു ഡാഡി ക്യാരക്ടർ ആദ്യത്തെ 2 റൗണ്ട് തെറ്റിക്കും. പിന്നീട് ആൻസർ കിട്ടാത്തത് പോലെ പോകുന്നു. പെട്ടെന്ന് ഈ ഒരു ക്യാരക്ടർ കറക്റ്റായി ആൻസർ ഗസ് ചെയ്തു ഒരു വ്യത്യസ്തമായ ഡാൻസ് കളിക്കും. ചില ടൈമിൽ ഇദ്ദേഹം 2ാമത്തെ റൗണ്ടിൽ തന്നെ ഗസ് ചെയ്യും. അപ്പോൾ കണ്ടിട്ടുള്ളവർ ഉറപ്പായി ഇതിന്റെ കമന്റ് ചെയ്യുക. അടുത്തൊരു കാർട്ടൂണാണ് ലെനി ആൻഡ് ട്യൂക്ക്. ഇതിൽ മെയിനായി പേര് പോലെ തന്നെ ലെനി ട്യൂക്ക് എന്ന 2 ക്യാരക്ടേഴ്സ്. ഇവരുടെ ഡേ ഇൻ മൈ ലൈഫാണ് ഈ ഒരു കാർട്ടൂണിന്റെ മെയിൻ സ്റ്റോറി ലൈൻ. വളരെ മികച്ചൊരു ഫീൽ ഗുഡ് കാർട്ടൂണാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു കാർട്ടൂൺ ടെലികാസ്റ്റ് ചെയ്തിരുന്നു. അടുത്തത് കോരൻ ചുണ്ടലി എന്ന കാർട്ടൂണാണ്. 2015 ടൈമിലാണ് ഈ ഒരു കാർട്ടൂൺ ആദ്യമായി ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു റാറ്റ് ക്യാരക്ടർ ഓരോരോ വേൾഡ് റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നതാണ് ഈ ഒരു കാർട്ടൂണിന്റെ സ്റ്റോറിയിൽ. റാൽഫ് ദി റെക്കോർഡ് റാറ്റ് എന്നാണ് ഇതിന്റെ യഥാർത്ഥ പേര്. അടുത്തത് ഈ ഒരു കാർട്ടൂണാണ്. ഇതിന്റെ യഥാർത്ഥ പേര് മിയാവും മാവു എന്നാണ്. കുറച്ച് ക്ലേ വെച്ചുള്ള ക്യാരക്ടേഴ്സ്. ഇതിന്റെ ഇൻട്രോ എന്തായാലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതിന്റെ ഓരോ എപ്പിസോഡിലും പുതിയ പുതിയ ക്യാരക്ടേഴ്സ് വരും. ഈ 2 ക്യാരക്ടേഴ്സിന്റെ അറിവ് ഇതാരാണെന്ന് കണ്ടുപിടിക്കും. നല്ലൊരു ഫീൽ ഗുഡ് കാർട്ടൂണാണ്. നമ്മൾ ഈ ഒരു കാർട്ടൂൺ കണ്ടിട്ട് ഇപ്പോൾ ഒരു 11 വർഷം. അടുത്തത് ഈ ഒരു കാർട്ടൂണാണ്. ഈ ഒരു കാർട്ടൂണിന്റെ പേര് ലിയോൺ എന്നാണ്. ഇത് വളരെ കോമഡി ആയിട്ടുള്ള ഒരു കാർട്ടൂണാണ്. ലിയോൺ എന്നൊരു സിംഹമുണ്ട്. ഈ ഒരു സിംഹത്തിന്റെ ഹെയർ എപ്പോഴും ഒരു കണ്ണിൽ വീണ് കിടക്കും. ഇതുകൊണ്ടൊരു കിളിയുമുണ്ട്. ഓരോ എപ്പിസോഡിൽ പുതിയ പുതിയ ക്യാരക്ടേഴ്സ് വരും. നിങ്ങൾക്ക് എന്തായാലും ഓർമ്മയുണ്ടാവും. അടുത്തത് മിനിസ്ക്യൂൾ എന്ന ഈ ഒരു പ്രോഗ്രാമാണ്. ഇത് യഥാർത്ഥത്തിൽ ലൈവ് ആക്ഷനും അനിമേഷനും മിക്സ് ആയ ഒരു വെറൈറ്റി ഷോയാണ്. 4 കൊല്ലം മുമ്പ് കൊച്ചു ടി വിയിലുണ്ടായിരുന്നു. അടുത്തത് അവാറിക്കാട്ടിയോ എന്ന ഈ ഒരു പ്രോഗ്രാമാണ്. ഇതിനും വലിയൊരു പഴക്കമില്ല. 2017 ടൈമിൽ ഈ ഒരു കാർട്ടൂൺ കൊച്ചു ടി വിയിലുണ്ടായിരുന്നു. അടുത്തത് ഫ്രോക്സ് ഷോ എന്ന കാർട്ടൂണാണ്. ഒരു തവളയെ ഈ ഒരു ക്യാരക്ടർ പിടിക്കാൻ വരുന്നതാണ് ഈ ഒരു കാർട്ടൂണിന്റെ മെയിൻ സ്റ്റോറി. ഇതും ഒരു പഴയ കാർട്ടൂൺ ആണെങ്കിൽ അടുത്ത കാലത്ത് കൊച്ചു ടി വിയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഏതൊക്കെ കാർട്ടൂൺ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുള്ളത് ഉറപ്പായി കമന്റ് ചെയ്യും. ഇതെല്ലാം തന്നെ പരസ്യങ്ങൾക്കിടയിൽ വരുന്ന കാർട്ടൂൺസ് ആണ്. പഴയകാല കാർട്ടൂൺസിനെ പറ്റി കണ്ടിട്ടില്ലാത്തവർക്ക് ഈ ഒരു വീഡിയോ കാണും. ഇതുപോലെ ഹൊറർ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ഈ ഒരു ചാനലും ചെക്ക് ചെയ്ത്